പഴയ നിയമത്തിലെ ഈശോയുടെ ഏറെ മനോഹരമായൊരു നിഴലാണ് ജോഷുവ. ഈശോയുടെ പേരിനോട് പോലും സമാനത പുലർത്തി പഴയ നിയമത്തിൽ ഈശോയുടെ ജീവിതം ജീവിച്ച വ്യക്തിത്വം. ജോഷുവ പഴയ നിയമത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭാവിയിൽ ദൈവപുത്രനായ ഈശോ മിശിഹ നടത്താനിരുന്ന രക്ഷാകർമ്മത്തിന്റെ നിഴലുകളും അവയുടെ പ്രതിരൂപങ്ങളുമായിരുന്നു. മോശ ജോഷുവയെ തന്നെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ യഥാർത്ഥ പേര് ഹോഷയ എന്നാണ്. ഹോഷയ എന്നാൽ രക്ഷ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അതൊരു പക്ഷേ മാനുഷികമായ പ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്ന രക്ഷയായിരിക്കാം അത്. എന്നാൽ മോശ ആ പേരിനെ ഇങ്ങനെ മാറ്റം വരുത്തി അവന്റെ പേര് ജോഷുവ എന്നാക്കി മാറ്റി. ജോഷുവ എന്ന പേരിന്റെ അർത്ഥം യാഹ്വയാണ്, രക്ഷ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ജോഷുവ എന്ന പേരിന്റെ ഒരു വകഭേദമാണ് ഈശോ എന്ന പേര്. യഹോഷുവ, ഈശോ, ഇതെല്ലാം ജോഷുവ എന്ന പേരിൽ നിന്നാണ് കടന്നു വരുന്നത്. പഴയ നിയമത്തിൽ ഈശോ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിത്വമാണ് ജോഷുവയുടെ വ്യക്തിത്വം. പേരിൽ മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങളിൽ ജോഷുവായും ഈശോ മിശിഹായും തമ്മിൽ സമാനതകൾ ഉള്ളതായി കാണാൻ സാധിക്കും. മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഉത്തരവാദിത്വം ദൈവം വരമേൽപ്പിക്കുന്നത് ജോഷുവയെയാണ്. ജോഷുവ ഇസ്രായേൽ ജനത്തെ നയിച്ച് ജോർദാൻ നദി കടത്തി കാനാൻ ദേശത്തിലേക്ക്, വാഗ്ദാന ഭൂമിയിലേക്ക് അവരെ നയിച്ചു. വാഗ്ദാന ഭൂമി 12 ഗോത്രങ്ങൾക്കുമായി ജോഷുവ വീതം വെച്ചു കൊടുത്തു. ഇതുപോലെ ആദ്യ മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട പർദീസയിലേക്ക് ദൈവജനത്തെ, ദൈവമക്കളെ നയിക്കുന്നത് ഈശോ മിശിഹായാണ്. ജോഷുവ ഇസ്രായേൽക്കാരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയാണ് ആ കാനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് സ്വന്തമായി കൊടുക്കുന്നത്. അവിടെ പാർപ്പിടം ഒരുക്കി കൊടുക്കുന്നത് അനേകം ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. ഇതുപോലെ ദൈവ മക്കളുടെ ശത്രുവായി പിശാചിനെയും അവന്റെ ആധിപത്യങ്ങളെയും അവന്റെ തന്ത്രങ്ങളെയും ഈശോ കുരിശിൽ പരാജയപ്പെടുത്തി. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് കൊളോസ്യോസ്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവൻ അവയെല്ലാം പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. ദൈവ മക്കളെ അടിമപ്പെടുത്തിയിരുന്ന പാപത്തെയും അതിന്റെ പുറകിൽ തിന്മയും പിശാചിനെയും അവൻ എല്ലാ തന്ത്രങ്ങളെയും കുരിശിൽ നിരായുധമാക്കി. പിശാചിനെ അവൻ നിരായുധനാക്കി മാറ്റി. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കുറുകെ നടക്കുന്നത് പോലെ ഒരു അത്ഭുതം ജോഷുവയുടെ നേതൃത്വത്തിലും കാണാൻ സാധിക്കും. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ നദിയുടെ കുറുകെ കടന്ന് വറ്റി വരണ സ്ഥലത്തുകൂടെയാണ് അവർ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെ തന്നെ ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതും അതേ ജോർദാൻ നദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഈജിപ്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷമുള്ള ഏറെ നാളത്തെ അലച്ചിലുകൾക്ക് ശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തിലെത്തി വിശ്രമിക്കാൻ വേണ്ടി തുടങ്ങി. 40 വർഷക്കാലം അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്നാൽ ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ കാനാൻ ദേശം സ്വന്തമാക്കി, അവരുടെ പാർപ്പിടങ്ങളിലാക്കി, കൃഷി ചെയ്ത് സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഇതിനെപ്പറ്റി കൃത്യമായി പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അന്ന് കർത്താവ് നൽകിയ ആ വിശ്രമം, ജോഷുവയിലൂടെ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ആ വിശ്രമം, അത് ഭാവിയിൽ ദൈവപുത്രനിലൂടെ ലഭിക്കാനിരുന്ന, ദൈവമക്കൾക്ക് ലഭിക്കാനിരുന്ന നിത്യമായ ആ വിശ്രമത്തിന്റെ നിഴലായിരുന്നു അത്. ജോഷുവ നൽകിയത് താൽക്കാലത്തേക്കുള്ള ഒരു വിശ്രമം മാത്രമാണ്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു യഥാർത്ഥ വിശ്രമം ലഭിക്കാനിരിക്കുന്നു. അതാകട്ടെ നൽകുന്നതും ദൈവപുത്രനായ ഈശോ മിശിഹാ വഴിയാണ്. ഈശോ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന മനോഹരമായ രംഗത്തിന്റെ ഒരു നിഴലാണ് ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറിക്കോ പട്ടണം കീഴടക്കുന്നതിന് മുന്നോടിയായി പെരുമ്പറ കുട്ടി കാഹളങ്ങളുടെ ആരവത്തോടെ ദൈവസ്തുതികളോടെ ഇസ്രായേൽക്കാർ ആ ജെറിക്കോ പട്ടണം ചുറ്റും വലയം ചെയ്തുകൊണ്ട് നടത്തിയ ഘോഷയാത്ര. അന്ന് ആ ഘോഷയാത്ര നടത്തി ആ ജെറിക്കോ പട്ടണത്തെ വലയം ചെയ്തതിനു ശേഷം അതിന്റെ കോട്ടകൾ തകർന്നു വീഴും. വരാൻ പോകുന്ന ഒരു വിജയത്തിന്റെ മുന്നോടിയായിരുന്നു
ഘോഷയാത്ര. അതുപോലെ ഈശോ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചത് വരാൻ പോകുന്ന വലിയ വിജയത്തിന്റെ, വലിയ രക്ഷയുടെ മുന്നോടിയായിരുന്നു. രാജകീയ പ്രവേശനത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കർത്താവ് കുരിശിൽ വിജയം ആഘോഷിക്കും. പിശാചിനെ പരാജയപ്പെടുത്തി അവൻ കുരിശിൽ വിജയം ആഘോഷിക്കും. വരാൻ പോകുന്ന ആ വിജയത്തിന്റെ മുൻകൂട്ടിയുള്ള പ്രകടനമായിരുന്നു ജെറുസലേമിലേക്കുള്ള ആ രാജകീയ പ്രവേശനം. ജോഷുവ വരാനിരുന്ന രക്ഷകന്റെ ഈശോ മിശിഹായുടെ നിഴൽ മാത്രമാണ്. അതിനാൽ ജോഷുവയെക്കാളും കൂടുതൽ വ്യാപ്തിയുള്ളതും കൂടുതൽ ശക്തവുമാണ് ഈശോ മിശിഹായുടെ പൂർത്തിയായ കാര്യങ്ങൾ. ജോഷുവ പരിമിതമായ സ്ഥലത്ത് ഭൗതികമായ നേട്ടങ്ങൾ നേടിയ വ്യക്തി മാത്രമാണ്. അവൻ ചെയ്ത യുദ്ധങ്ങൾ, അവൻ നേടിയ വിജയങ്ങൾ അത് പരിമിതമായ ആളുകൾക്കിടയിൽ, അത് ഭൗതികമായ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ ഈശോയിൽ പൂർത്തിയായ കാര്യങ്ങൾ, ദൈവപുത്രനായ ഈശോ മിശിഹ ചെയ്ത കാര്യങ്ങൾ അത് സാർവത്രികവും അത് ആത്മീയവും ജോഷുവ ചെയ്തതിനേക്കാൾ കൂടുതൽ താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത വിധം കൂടുതൽ ശക്തവുമാണ്. യാഥാർത്ഥ്യം എപ്പോഴും നിഴലിനേക്കാൾ തീവ്രവും ദീപ്തിയുള്ളതും ശക്തിയുള്ളതുമായിരിക്കുമല്ലോ. ഇവിടെ ജോഷുവ വെറും നിഴൽ മാത്രമാണ്. യാഥാർത്ഥ്യം രക്ഷകനായ ഈശോ മിശിഹായാണ്. അതിനാൽ ജോഷുവയേക്കാൾ ഏറെ 10 മടങ്ങ് കൂടുതൽ ശക്തവും ദീപ്തിയുള്ളതും ഉന്നതവുമാണ് ഈശോ മിശിഹായുടെ വ്യക്തിത്വവും ഈശോ മിശിഹായിൽ പൂർത്തിയായ കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ.